സ്വന്തം അമ്മായച്ചനോട് മരുമകൾ പറഞ്ഞു, അച്ഛൻ ജിമ്മിൽ പോയിട്ട് വാ, കാര്യങ്ങൾ ഉഷാറാകുമെന്ന്. അങ്ങനെ പറയുന്ന മരുമകളെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ശില്പയുടെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശില്പ, യഥാർത്ഥ പേരൊന്നുമല്ല. എനിക്ക് 29 വയസ്സുണ്ട്. 2 വർഷം മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്, അതും വീട്ടുകാരെ നിർബന്ധിച്ചത്. ആക്ച്വലി മാരേജ് ലൈഫിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഏതെങ്കിലും വീട്ടിൽ പോയി കിടന്ന് അവിടുത്തെ ജോലിയും ചെയ്ത് ഭർത്താവിനെയും പരിചരിച്ച് പിന്നെ കുട്ടികളുമായി ഇങ്ങനെ ബുദ്ധിമുട്ടി കഴിയുക. എൻ്റെ ചേച്ചിയുടെ ഗതിയും അതാണ്. നല്ല പഠിപ്പുള്ളവളാണ്, പക്ഷേ എന്നും കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ഒരു സ്ത്രീ ജീവിതം ജീവിക്കരുതെന്ന് പണ്ടേ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മാമനുണ്ട്, എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള. അദ്ദേഹം ബയോടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്വന്തമായി ഒരു കമ്പനി ഉണ്ടാക്കി. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, നീ ഇതേപോലുള്ള കോഴ്സുകൾ വലുതും എടുക്കൂ, ബാംഗ്ലൂരിൽ വന്ന് നിനക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ കോഴ്സാണ് പഠിച്ചത്. പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് കമ്പനി ആരംഭിക്കുന്ന സമയമായിരുന്നു. അവിടെ എനിക്ക് ജോലിയും കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ഒരു സെപ്പറേറ്റ് റൂമിൽ കൂട്ടുകാരികളുമൊത്ത് ജീവിച്ചു പോന്നു. ഇതിനിടയ്ക്ക് പല സമയത്തും വീട്ടുകാർ നിർബന്ധിച്ചു. പക്ഷേ എൻ്റെ മാമൻ എനിക്കൊരു മാതൃകയായിരുന്നു. പുള്ളി ഒരു ചുള്ളനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചതാണ്. പക്ഷേ എന്നാലും ഒരു റോമിയായിട്ട് ചുറ്റി നടക്കുകയാണ്. ബാംഗ്ലൂരിലുള്ള പല പെണ്ണുങ്ങളുമായിട്ടും പല രീതിയിലുള്ള അടുപ്പം പുള്ളിക്കുണ്ട്. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മാമനും മാമിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കമുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള കലഹം കണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു വിവാഹ ജീവിതം എനിക്ക് വേണ്ടാന്ന്. ഒരു ദിവസം ഞാൻ മാമനോട് ചോദിച്ചു, ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിട്ടും മാമൻ എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? അപ്പം മാമൻ എന്നോട് പറഞ്ഞു, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഒരാളുടെ കണ്ണിൽ മാത്രം നോക്കിയിരുന്നാലൊന്നും എനിക്ക് നേരം വെളുക്കില്ല. എനിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും കാണണം, അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതിരുന്നു കൂടെ മാമ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ് ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ അന്നോടുകൂടി ഒന്നടങ്ങിയിരിക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ എന്നെക്കൊണ്ട് നടക്കില്ല. ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. അവളെ മാത്രം നോക്കിയിരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ മറ്റു പലതും ഞാൻ തേടാൻ തുടങ്ങി. മാമനെ പ്രതീക്ഷിച്ച് മാമ വീട്ടിലിരിക്കല്ലേ, ഇത് ദ്രോഹമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാമൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ അവളോട് പറഞ്ഞതാണ് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ. ഇഷ്ടമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും അവളങ്ങനെയാണ് ഭർത്താവിനെ ഓർത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. ഇവൾക്കൊക്കെ തലയ്ക്ക് വട്ടാണോ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. നല്ല സ്വാതന്ത്ര്യം കൊടുത്താലും അത് ഉപയോഗിക്കില്ല. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും എൻ്റെ തോളിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനത് നിർത്താൻ പോകുന്നില്ല. എനിക്ക് മാത്രമാകാം എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അവൾക്കും അവളുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതിന് പോകാം. ഇതിപ്പോൾ അവൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്തായാലും ഒരു തരി പോലും നിർത്തില്ല. വേണമെങ്കിൽ അവൾ ഡൈവേഴ്സ് ചെയ്ത് പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം മാമയായിട്ട് സംസാരിച്ചപ്പോൾ മാമി പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, മറ്റാണുങ്ങളെ കാണുമ്പോഴേ എനിക്ക് പേടിയാണെന്ന്. എൻ്റെ പൊന്നു മാമി, കെട്ടി 2 പിള്ളേരുമായി. സത്യം പറഞ്ഞാൽ മാമൻ പോകുന്ന പുറകെ മാമിയും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്താസ്വാദകരമായിരിക്കും. അതിന് പകരം വീട്ടിലിരുന്ന് വെറുതെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി ഡൈവേഴ്സ് ചെയ്തിട്ട് പുള്ളിയുടെ പാട്ടിന് പോകും. ഒരിക്കലും ഇതൊന്നും നിർത്താനും പോകുന്നില്ല. ഒന്നുകിൽ ഇത്തരം ഒരാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് മാമിക്ക് വേറൊരു ജീവിതം നോക്കണം, അല്ലെങ്കിൽ മാമി ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല മോളെ, നീയും ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായി മാമി. മാമി ഒരു മണ്ടിയാണ്. ശരിയായിരിക്കാം, എന്നെക്കൊണ്ട് ഒന്നും പറ്റുന്നില്ല, അയാളിങ്ങനെ രസിച്ച് നടക്കുകയാണ് എന്നൊക്കെ പറയും. പുള്ളിക്കാരുടെ സംസാരത്തിൽ ശരിക്കും അസൂയുണ്ട്, എന്നാൽ ഒട്ടും വയ്യാതാനും. മാമനാണെങ്കിൽ പാറിപ്പറന്ന് നടക്കുകയാണ്. വളരെ വ്യത്യസ്തരായ മനുഷ്യർ എന്തിനാണ് ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അത് നടക്കില്ലല്ലോ. ഞാൻ വീട്ടുകാരുടെ ഒത്തിരി നിർബന്ധത്തിന് ശേഷമാണ് വിവാഹത്തിന് സമ്മതിച്ചത്. വന്ന പല ചെക്കന്മാരെയും എനിക്കിഷ്ടമായില്ല. പലരെയും ഞാൻ വെറുപ്പിച്ചു വിട്ടു. അങ്ങനെ കാണാൻ വന്ന 12ാമത്തെ ചെക്കനെയാണ് ഞാൻ സമ്മതം മൂളിയത്. അതിന് കാരണം കാണാനൊക്കെ സ്റ്റൈലാണ്, നല്ല ജോലിയുമുണ്ട്, പക്ഷേ ഒരു പാവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും എസ് പറയുന്നൊരു ടൈപ്പ്. അപ്പോൾ ഞാൻ ഓർത്തു, ആണത്തമുള്ള നല്ല ജിമ്മിലൊക്കെ പോകുന്ന പുരുഷന്മാരെക്കാൾ നല്ലത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പാവം ഭർത്താവാണെങ്കിൽ പറയുന്നത് കേൾക്കും. എന്തായാലും വിവാഹം കഴിഞ്ഞാൽ ഇയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാര്യം മാമൻ്റെ സ്റ്റൈല് ഞാനും അഡാപ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് അവിടെ വെച്ച് ധാരാളം സുഹൃത്തുക്കളുണ്ട്. പക്ഷേ പ്രേമം, കല്യാണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ ഞാൻ അനുവദിച്ചിട്ടില്ല. കാര്യം അങ്ങനൊരു പ്രേമം എനിക്കില്ല.
പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ സൗന്ദര്യമുള്ളവർ, വെറൈറ്റികൾ, അങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് മാക്സിമം ഞാൻ എൻജോയ് ചെയ്തു. ഒരുപക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ, വിവാഹശേഷം എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ പഴയ ചരിത്രമെങ്കിലും ഓർത്ത് നമുക്ക് മനസ്സിൽ ഒന്ന് സന്തോഷിക്കാമല്ലോ. അതുകൊണ്ട് മാക്സിമം ഞാൻ എൻ്റെ ജീവിതം രസകരമാക്കി തീർക്കാൻ ശ്രമിച്ചു. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ ഭർത്താവ് പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്പൊട്ടൻ, ഞാൻ പറയുന്നതാണ് ലോകം എന്ന് വിചാരിക്കുന്ന ഒരാൾ. നല്ല ഉദ്യോഗസ്ഥനാണ്, നല്ല വിവരമുണ്ട്, പക്ഷേ ഈ കാര്യത്തിൽ സീറോയാണ്. കടലിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് തോടാണ്, അരുവി. അപ്പോഴും പുള്ളി അത് വിശ്വസിച്ചു. പിന്നെ പുള്ളിയെ കൊണ്ട് ഈ കടലിൽ ചെങ്ങാടം തുഴഞ്ഞ് അങ്ങ് അക്കരെ എത്തിക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. ചുമ്മാ ചങ്ങാടം തുഴഞ്ഞോട്ടെ, ആർക്ക് ഛേദം. അതുകൊണ്ട് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിച്ചു. ഭർത്താവിൻ്റെ ആ ഇഷ്ടങ്ങളോടൊക്കെ ഓക്കെ എന്നുള്ള മട്ടിൽ ഞാനും അങ്ങ് നിന്നു. പക്ഷേ എൻ്റെ ഭാഗ്യം കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ വന്നു. കാര്യം പുള്ളിക്ക് ട്രാൻസ്ഫർ അങ്ങ് കാസർഗോട്ടേക്ക്. എന്നോട് വരുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടം, അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണണം, അവിടെ വന്ന് താമസിക്കാൻ എനിക്കത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് സാരമില്ല, നീ വീട്ടിൽ നിന്നോ, ഞാൻ മാസത്തിൽ 2 വട്ടം വരാമെന്ന് പറഞ്ഞു. ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനത്തോടു കൂടി പറഞ്ഞയച്ചു. ഇവിടെയാണെങ്കിൽ അമ്മായിച്ചനും അമ്മായിമ്മയുമുണ്ട്. എൻ്റെ അമ്മായിമ്മയും അമ്മായിച്ചനും സാമാന്യം നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണെന്ന് ഇപ്പോൾ അവരുടെ അവസ്ഥ കണ്ടാലും നമുക്ക് മനസ്സിലാകും. പണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട്. കാര്യം എൻ്റെ മാമൻ്റെ ഭാര്യയുടെ സ്വഭാവമാണ്. ഇവിടെ അമ്മായിയമ്മയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ പോസസീവ്നെസ് കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ 2 പേരും മാതൃകാ ദമ്പതികളാണ്. എന്നാലും ഇടയ്ക്ക് കീരിയും പാമ്പിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഭർത്താവ് അങ്ങ് പോയ ശേഷമില്ലേ 2 പേരും കൂടി ഒരു ദിവസം വമ്പൻ പൊട്ടിത്തെറി, അടിയും ഇടിയും വഴക്കും ബഹളവും എന്ന് പറഞ്ഞ രീതിയിൽ. ഞാൻ എന്താ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, അച്ഛന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും. അച്ഛൻ പറയുന്നു, ഉണ്ടെങ്കിൽ കണക്കായിപ്പോയി, നിന്നെ കണ്ട് ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ നെഞ്ചിത്തിടിച്ച് നിലവിളിയായി. ഒരു മകളുണ്ട്, മകൾ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്താണ്. അവളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറയുന്നത് ഭർത്താവിന് വേറെ മക്കളും ഭാര്യയൊക്കെ ഉണ്ടെന്നാണ്. പക്ഷേ ചെന്ന് കഴിഞ്ഞ 6 മാസത്തോളം എനിക്കൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ ഒരു സൂചന കണ്ടിരുന്നുമില്ല. ഭർത്താവ് എന്നോടൊന്നും പറഞ്ഞില്ല. സാധാരണ രീതിയിലുള്ള ഒരു കുടുംബമായിരുന്നു അത്. ഭർത്താവ് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായല്ലോ. ഞാനൊരു കാഴ്ചക്കാരിയായി അവിടെ നിൽക്കുകയാണ്. മകളും മരുമകനും ഒക്കെ വന്നു. അവിടെ വഴക്കും വക്കാണവുമായി. അവസാനം അമ്മ പറഞ്ഞു, ഞാനിനി ഇയാളുടെ കൂടെ നിൽക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണെന്ന്. മരുമകന് സന്തോഷം, മോൾക്ക് സന്തോഷം. അവരുടെ മക്കളെ നോക്കാൻ ആരുമില്ലാത്ത സമയത്താണ് അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞത്. മരുമകനാണ് എരി കയറ്റിക്കൊടുത്തത്. ഉടനെ തന്നെ അമ്മ കെട്ടും പാണ്ടവും എല്ലാം എടുത്തുകൊണ്ട് അവരുടെ കൂടെ പോയി. ആ രാത്രിയിലുണ്ടായ സംഭവ വികാസങ്ങളിൽ ഞാനും വല്ലാത്ത ഞെട്ടില്ലായിരുന്നു. ഹസ്ബൻഡിനെ വിളിച്ച് ഞാനാണ് കാര്യങ്ങൾ പറഞ്ഞത്. പുള്ളിക്കാരനും വല്ലാത്ത സെൻറ്റിമെൻറ്റ്സായി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കയറാൻ പോവുകയാണ്, നാളെ അങ്ങ് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് വന്ന് സംസാരിച്ചിട്ടും പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. അച്ഛനും കേൾക്കില്ല, അമ്മയും കേൾക്കില്ല എന്നുള്ള മട്ടിലാണ്. അവസാനം പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ എൻ്റെ കൂടെ വാ, അച്ഛൻ തനിയെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം, എനിക്ക് അത്രയും ദൂരം വന്ന് നിൽക്കാൻ യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് കുറച്ച് ദേഷ്യമായി. എന്നെ നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. അതിന് കാരണം പുള്ളിയുടെ കൂടെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ഇനി നടക്കില്ല. എനിക്ക് പഴയ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല, പുറത്തുനിന്ന് സമാധാനത്തോടു കൂടി ഇറങ്ങിപ്പോകാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡ് ദൂരെ അങ്ങ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനിയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിവാഹശേഷം ഞാനൊന്ന് മോഹിച്ചതാണ്. അതൊക്കെ ഒന്ന് തുടങ്ങി വരുമ്പോഴാണ് ഈ വീട്ടിൽ ഇങ്ങനെ നടന്നത്. അപ്പോൾ അതെല്ലാം എനിക്ക് പാരയായി വന്നു. നടക്കില്ല, എനിക്കെൻ്റെ കാര്യങ്ങൾ നടത്തിയെടുത്തേ മതിയാവൂ. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി. ഇതുവരെയും എനിക്കെൻ്റെ പഴയ കൂട്ടുകാരെ ആരെയും കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഒരു റിലാക്സേഷൻ ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലല്ലേ ഞാൻ ഭർത്താവുമായിട്ട് വലിയ വഴക്കുണ്ടാക്കും. എൻ്റെ യഥാർത്ഥ സ്വഭാവം ഹിസ്റ്ററിയൊക്കെ പുള്ളിക്കാരനും അറിയും, നാട്ടുകാരും അറിയും. അത് എനിക്കുറപ്പാണ്. പക്ഷേ അവസാനം ഹസ്ബൻഡ് അതിന് സമ്മതിച്ചു. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
അങ്ങനെ സന്തോഷത്തിലിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ പോകും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അമ്മായിച്ച് ഞങ്ങൾക്ക് മുഖം തരുന്നില്ല. പ്രശ്നങ്ങളുണ്ടായതിൽ പിന്നെ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ തനിയെ ഞങ്ങൾക്ക് മുഖം തരാതെ പുറത്തേക്ക് പോകും. മകനും ഒരു പരിധിയിൽ കഴിഞ്ഞ് അച്ഛനോട് സംസാരിക്കാൻ ഇത്തിരി പേടിയുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സദാചാരം പറയുന്ന ആളുകളാണ് കൂടുതൽ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പാരകളെ ഉണ്ടാകൂ. പക്ഷേ അച്ഛനെ നോക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തിരി വശപ്പശ കാണും, എന്നെപ്പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആകും ചേരുക. എന്നെ ആരും ചോദ്യം ചെയ്യില്ല. അതുകൊണ്ട് മകൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഞാൻ പുറത്തെടുക്കണം. അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛന് കൂട്ടായി ഞാനിവിടെ നിൽക്കുന്നു. എൻ്റെ ഒരു ത്യാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഹസ്ബൻഡിനോട് പോകുന്നതിൻ്റെ തലേദിവസം പറഞ്ഞു, ചേട്ടാ ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അച്ഛനോട് തനിയുള്ളൂ. എന്താ അവർക്കിടയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ തെറ്റ് കാണും, ഇല്ലെങ്കിൽ അമ്മ സംശയിക്കുന്നതാകും. അച്ഛൻ ഇനി ചിലപ്പോൾ ചെറിയ തെറ്റ് വല്ലതും ചെയ്ത് കാണും. ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അവരുടെ കൂടെ പോയി താമസിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് എന്നെ അനുകൂലിച്ചു. അച്ഛൻ്റെ കയ്യിൽ അധികം തെറ്റ് കാണില്ല. കാര്യം അച്ഛൻ നല്ല സൗന്ദര്യമുള്ള ആളാണല്ലോ. പിന്നെ അമ്മ പറയുന്നത് അമ്മയുടെ സൗന്ദര്യം 2 മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കുറഞ്ഞുപോയി. അച്ഛൻ ഇപ്പോഴും ചുള്ളനായിരിക്കുന്നു. പിന്നെ പുള്ളിയുടെ ഓഫീസിലൊക്കെ പല പെണ്ണുങ്ങളും പുള്ളിയുടെ പുറകെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തുവാക്കൾ പറയുമായിരുന്നു. പക്ഷേ അതിത്ര വലിയ അടിയിലും വഴക്കിലും കലാശിച്ചിട്ടില്ല. ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എന്തു തന്നെയാണെങ്കിലും അച്ഛനിവിടെ തനിയാണ്. ഞാൻ ഓർക്കുന്നത് അച്ഛനെ നോക്കി ഞാനിവിടെ അങ്ങ് നിൽക്കാം. അമ്മ ഈ പറഞ്ഞതുപോലെ എപ്പം തിരിച്ചു വരുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അമ്മ ഇനി ഇപ്പം തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അളിയനില്ലേ, പുള്ളി പറയുന്നതാണ് വേദവാക്യം. പുള്ളി അമ്മ ഏറ്റെടുത്തെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെന്താ ചേട്ടാ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല. അതെന്തോ എനിക്ക് സംശയമായി. ഞാൻ ചോദിച്ചു, സത്യം പറ, ഓവർ അറ്റാച്ച്ഡ് ആണ് ആ അമ്മയും മരുമകനും തമ്മിൽ? എന്തോ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പ്രശ്നം? അല്ല, അമ്മയുടെ ചില മരുമകനെ പറ്റിയിട്ടുള്ള പുകഴ്ത്തുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് അവർ തമ്മിലും. അല്ലാതെ അച്ഛൻ മാത്രമല്ല കുറ്റക്കാരെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എല്ലാം തുറന്നു പറഞ്ഞതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാനത് കണ്ടുപിടിച്ച ശേഷം എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ്, നീ പറയുന്ന പോലെയാണോന്ന് എനിക്കറിയില്ല, അവർ തമ്മിൽ ഓവർ അറ്റാച്ച്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കണക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല. എന്തായാലും അച്ഛനെ നോക്കി ഈ വീട്ടിൽ നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അത് നല്ല ഐഡിയയാണ്, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് സമാധാനമായി. എൻ്റെ വീടിനേക്കാൾ സേഫ് ഇവിടെയാണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ആ പ്രശ്നം സോൾവായി. ഹസ്ബൻഡ് പോയി കഴിഞ്ഞ ശേഷം ഏകദേശം ഒരാഴ്ചയോളം അമ്മായിപ്പൻ മൗനവ്രതത്തിലായിരുന്നു. വല്ലതും കൊടുത്താൽ കഴിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. ആകെ ഒരു മ്ലാനത. ഞാനാണെങ്കിൽ പകൽ സമയത്ത് എൻ്റെ ചില കൂട്ടുകാരെ കാണാൻ പോയി. അവരൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് തിരക്കണം. എൻ്റെ അടുത്തൊരു കൂട്ടുകാരിയുണ്ട്. അവളുടെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം സമയവും സൗകര്യവും ഒക്കെ ഉള്ള ആളാണ്. അവൾക്ക് ഭർത്താവില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് വന്ന് നിൽക്കുകയാണ്. അവളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല അവസരങ്ങൾ എനിക്കുണ്ടാകും. നല്ല നല്ല ആൾക്കാരുമായിട്ട് അവൾക്ക് നല്ല കമ്പനിയാണ്. ഫ്രീ ബേഡാണല്ലോ. അങ്ങനെ അവളെ കണ്ട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു. ധാരാളം മീറ്റപ്പുകൾ ഇനി എനിക്ക് ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ മൗനം അങ്ങ് ഭഞ്ജിച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് വേറെ ഭാര്യയും മക്കളും ഒന്നുമില്ല. പക്ഷേ 1-2 സ്ത്രീകളുമായിട്ട് എനിക്ക് കമ്പനിയുണ്ട്. അറിയാതെ ഇഷ്ടപ്പെട്ടു പോയതാണ്. ഞാൻ അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിൻ്റെ അമ്മായിമ്മ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മൂളി. ഞാൻ എങ്ങനെയാണ് അമ്മായിച്ചിനെ കുറ്റം പറയുക? എന്നാലും അതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അമ്മ പോകേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിപ്പ പറയുകയാണ്, അത് അവളുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. എനിക്കത് നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പണ്ട് ഏതോ പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് അവൾ മരുമകൻ വന്നപ്പോൾ അവൻ്റെ പുറകെ നടക്കുകയാണ്. മരുമകനെ കണ്ട് അവൾക്ക് ഇരിക്കപ്പുറതിയില്ല. അങ്ങനെ സ്വഭാവമുള്ളൊരുത്തിയാണ് എന്നെ കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞ് അച്ഛനും തിരിച്ചു പറഞ്ഞു. ആ എങ്കിൽ അമ്മ അവിടെ നിന്നോട്ടെ അച്ഛാ, അതാ നല്ലതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നെ അത്ഭുതത്തിൽ നോക്കി. ആ നീ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല, ആളും അനക്കവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത്.
അമ്മായിച്ചനോട് ഞാൻ കിഴിഞ്ഞ് പുള്ളിയുടെ ഹിസ്റ്ററിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും പുള്ളി വിട്ടു പറഞ്ഞില്ലെങ്കിലും ഞാൻ നന്നായി പ്രോത്സാഹിപ്പിച്ചപ്പോൾ ജോലി ചെയ്തിരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം ഒരു റോമിയോ ആയിരുന്നു. പുള്ളിയുടെ സൗന്ദര്യം കണ്ട് പല പെണ്ണുങ്ങളും പുറകെ നടക്കുമായിരുന്നു. കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞിട്ട് പ്രേമമായിട്ട് നടന്ന ഒത്തിരി സ്ത്രീകൾ ഉണ്ടായിരുന്നു. പുള്ളി എന്ന ഒരു മോഡലിനെ പോലെ സുന്ദരനാണെന്നാണ് അവകാശപ്പെടുന്നത്. അത് കറക്റ്റായിരിക്കും. പഴയ ആൽബങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. കൊള്ളാം, അതീവ സുന്ദരനാണ്. അതിൻ്റെ 10% പോലും സൗന്ദര്യം എൻ്റെ ഭർത്താവിനില്ലല്ലോ എന്നോർത്തു. പക്ഷേ ഈ അടുത്ത കാലത്ത് വരെ നല്ല നല്ല ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്ന അച്ഛൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, പണ്ടത്തെ പോലെയല്ല മോളെ, എനിക്കിപ്പോൾ അങ്ങോട്ട് ഒരു ഊർജ്ജസ്വലത തോന്നുന്നില്ല. വലിയ അസുഖങ്ങളൊന്നുമില്ല, എന്നാലും എന്താണെന്ന് അറിയില്ല, ഒരു ഉഷാറില്ല. അച്ഛൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് അച്ഛൻ ജിമ്മിലൊക്കെ പോകുമായിരുന്നല്ലോ. പോകുമായിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല, നടപ്പ് മാത്രമുള്ള എക്സസൈസ്. ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ജിമ്മിൽ പോകണം, പഴയ ഊർജം വീണ്ടെടുക്കണം, പഴയ ഫിസിക്ക് വീണ്ടെടുക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറാകും. അതാണ് അച്ഛൻ്റെ കുഴപ്പം. നല്ലൊരു ഊർജ്ജം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ വിഷമങ്ങളും മാറും. അച്ഛന് പഴയതിനേക്കാൾ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റും. മോളെ, നിനക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വെറുപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തിനാണ് വെറുക്കുന്നത്? ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ അടുത്ത ദിവസം തൊട്ട് ജിമ്മിൽ പോകൂ, കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മോളെ, നല്ല ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അച്ഛൻ എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം, എല്ലാം വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛനും ഞാനും കൂടി കൈ കൊടുത്തു. അങ്ങനെ അച്ഛൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ പലപ്പോഴും സ്ത്രീകളുടെ സമയത്ത് ഞാനും പോകാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള താമസം ഞങ്ങളെ രണ്ടുപേരെയും അതീവ സുഹൃത്തുക്കളാക്കി. പിന്നീട് പുള്ളി പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ഇൻട്രസ്റ്റും ചോദിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞു വന്ന് എൻ്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹത്തിന് കുറച്ചൊക്കെ മനസ്സിലായി. അങ്ങനെ എന്നോട് ചോദിച്ചു, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞാനും ഏകദേശം ഒരുപോലെയാണ്. നിനക്കിപ്പോൾ നല്ല സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ടല്ലേ നീ അവൻ്റെ കൂടെ കാസർഗോഡ് പോകാതിരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാസർഗോഡ് പോകാതിരുന്നത് അതുകൊണ്ടാണ്, അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കുന്നത് അതുപോലെയാണ്, പഴഞ്ചൻ ആൾക്കാരാണെന്ന്. അപ്പോൾ നീ നിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ടൗണിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീടും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞു. അവളാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവളാകുമ്പോൾ പ്രശ്നമില്ല. ആ വീട്ടിൽ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നാലും ഹസ്ബൻഡ് ഉള്ളപ്പോൾ പോലും സംശയിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിച്ച് ചോദിച്ചു, മോളെ, എനിക്ക് അവളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന്. ഞാൻ പറഞ്ഞ, അച്ഛാ, അവളുടെ ചോയ്സ് അച്ഛനല്ല. അവൾ നല്ല നല്ല ആളുകളെ തേടി നടക്കുകയാണ്. എന്താടി നല്ല നല്ല ആളുകൾ? അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പൊളിക്കുമോ? അവൾ വെറുതെ ജീവിക്കുന്നവളല്ലേ, ഭർത്താവില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം, അവൾക്ക് ഈ ഡീൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലായിരിക്കും എന്ന് വിചാരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അതിനെന്താടി, നിൻ്റെ അമ്മായച്ചനെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ഒരു പ്രശ്നവുമില്ല, കാശൊക്കെ ഇഷ്ടം പോലെയുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടടി, എന്നാ തോന്നുന്നത്, നീ ഒന്ന് വിശദമായി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മായിച്ചോട് സംസാരിച്ചു. അവൾക്ക് ഓക്കെയാണ്, അവളുടെ ചോയ്സ് അല്ലെങ്കിലും സാമ്പത്തികമായി സഹായങ്ങൾ വേണമെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്, ഞാൻ റെഡിയാണെന്ന്. അവൾ ഒരു തുക പറഞ്ഞു. ആ തുക ഞാൻ അമ്മായിച്ചനോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഈസിയാണ്. ഇതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇപ്പോൾ ഞാൻ ജോലി ഇല്ലാതിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഭർത്താവ് തരുന്ന പണമുണ്ട്, പിന്നെ പഴയ കുറേ സേവിങ്സും ഉണ്ട്. അമ്മായിച്ചൻ അവൾക്ക് ധാരാളം പണം വാരിക്കോരി കൊടുക്കുന്നു. എന്നോടാണെങ്കിൽ ഒട്ടും മമത കാണിക്കുന്നുമില്ല. അവർ തമ്മിൽ കണക്ഷനായത് എനിക്ക് വല്ലാത്ത അസൂയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ നന്നായി എടുത്തു. അവൾ എന്നോട് അമ്മായിച്ചൻ്റെ മഹിമകൾ വർണ്ണിച്ച് പറയാൻ തുടങ്ങി. പുള്ളിയെ കൊണ്ട് എനിക്ക് നല്ല പ്രയോജനമാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരെ മാത്രമാണ് എനിക്ക് സ്യൂട്ടബിൾ എന്ന്. അത് ഞാൻ ആ കൺസെപ്റ്റ് മൊത്തം മാറ്റിയടി. നിൻ്റെ അമ്മായിച്ചൻ എന്നെ മാറ്റിമറിച്ചു. നീ ഇനി നിൻ്റെ അമ്മായിച്ചനോട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. നിൻ്റെ ചോയ്സുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരുമായിട്ട് കൂടുതൽ അവസരങ്ങൾ ഞാൻ നിനക്ക് എപ്പോഴും അടുപ്പിച്ചു തരാം. പക്ഷെ ഒരിക്കലും നീ അമ്മായിച്ചനോട് അടുക്കാൻ ശ്രമിക്കരുത്. അദ്ദേഹത്തോട് എനിക്ക് പ്രണയമായി പോയി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും താന്തോന്നിയായ അവൾക്ക് പോലും എൻ്റെ അമ്മായിച്ചനോട് ഇഷ്ടം തോന്നണമെങ്കിൽ അതിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. കാശ് മാത്രമല്ല, അവരുടെ രണ്ടുപേരുടെയും സൗഹൃദം
ഞാനാണ് ശരിയാക്കിയത്. പക്ഷേ അവസാനം ഞാനതിൽ നിന്ന് പുറത്തായതുപോലെ തോന്നി. അവൾ എനിക്ക് വേണ്ടി മറ്റു കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം വരുമ്പോഴേക്കും അവൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. ഇതെല്ലാം പതുക്കെ പതുക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. പതിയെ അമ്മായിച്ചൻ അവളുമായി ഒത്തിരി അടുപ്പത്തിലായി. ഞാൻ പുറത്തുമായി. രാവിലെ ആകുമ്പോഴേക്കും അവളുമായിട്ട് കറങ്ങാൻ പോകും. ഞാൻ ചോദിക്കുമ്പോൾ എവിടെയാണെന്നൊക്കെ പറയും. പക്ഷേ പണ്ടത്തെ പോലെ സ്നേഹവുമില്ല, ഒന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല അവസരങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. ഭർത്താവ് വരുമ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. എങ്കിലും അമ്മായിച്ചൻ്റെ ഭാഗത്തെ സ്നേഹവും പരിചരണവും എനിക്ക് കിട്ടാതായതോടുകൂടി വല്ലാത്ത ഒരു വിഷമം. ഒരു ദിവസം അമ്മായിച്ചൻ ഞാനും കൂടെ ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സൗഹൃദത്തിന് കാരണം ഞാനാണെന്ന് ഓർക്കണം. നിങ്ങൾ ആദ്യത്തെ കഥ പറഞ്ഞപ്പോൾ തന്നെ അവൾ എവിടെയെന്നും അവളുടെ സൗഹൃദമാണ് ആഗ്രഹിച്ചത്. എന്നോട് എൻ്റെ കാര്യങ്ങൾ ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിഭവിച്ചു. അപ്പോൾ അമ്മായിച്ചനോട് പറഞ്ഞു, നിൻ്റെ സുഹൃത്തിൻ്റെ കാര്യം നീ വർണ്ണിച്ച് പറഞ്ഞു. അപ്പോൾ അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. എന്നെ അവൾ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി. നീ എൻ്റെ മരുമകളല്ലേ, നിന്നോട് ഞാൻ അതിൽ കടന്ന് സംസാരിക്കാൻ പാടില്ല എന്നോർത്ത് ഞാൻ അടങ്ങിയിരുന്നതാണ്. അതുമാത്രമല്ല, നീ പോസിറ്റീവായിട്ട് ഒരു സിഗ്നലും എനിക്ക് തന്നതുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ശരി, ഞാൻ പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഫ്രണ്ടിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾക്ക് ഈ വീട്ടിൽ ജോളിയായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അവളോട് കാണിക്കുന്ന അമിത അടുപ്പം, എടി അത്യാവശ്യത്തിനൊരാൾ വേണം, അപ്പോൾ പിന്നെ അവരോട് സ്നേഹം കാണിക്കണ്ടേ? അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ ആ സമയത്തെ ആവേശത്തിന് പറഞ്ഞു, അച്ഛനും അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. ഇനി ഞാനും അച്ഛനും മാത്രമായിരിക്കും സൗഹൃദമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് പ്രശ്നമാകുമെന്ന്. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരൻ ആകെ കൂടി ഒരു സ്റ്റോപ്പ് ജംഗ്ഷനിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ നിന്ന് അദ്ദേഹത്തെ ചീറിപ്പായിപ്പിക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾക്കിടയിലുള്ള വേലിക്കെട്ടുകൾ തകർക്കണം. ഇങ്ങനെ മരുമകളും അമ്മായിച്ചനുമാണെന്ന് പറഞ്ഞ് എന്തോ ഒരു തടസ്സമുണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ തടസ്സങ്ങൾ ഭേദിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാനാണോ ചാടിത്തുള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്. ഞാൻ തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത്. എനിക്ക് എൻ്റേതായ എന്തോ കാര്യങ്ങൾ തെളിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തെളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല വെണ്ണ പോലെ തെളിഞ്ഞു വന്നു. ഞങ്ങൾ രണ്ടുപേരും സൂപ്പർ ജോഡികളാണെന്നും എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരി അദ്ദേഹത്തിൻ്റെ സൗഹൃദം ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായി. കാര്യം എനിക്കും അപ്പം മനസ്സിലായി. എന്താണെന്നോ, ഇത്തിരി മുതിർന്ന മച്ചുറായ ഒരു പുരുഷൻ്റെ സൗഹൃദവും സ്നേഹവും ആവേശങ്ങളുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. അത്രയും നാളെ ഞാൻ വിചാരിച്ചത് സെയിം പ്രായമുള്ള ചുള്ളന്മാരാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. പക്ഷേ അങ്ങനെയല്ലെന്ന് ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞു. അന്ന് പിണങ്ങിയതാണ് എൻ്റെ കൂട്ടുകാരി. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മായിച്ചനും ഞാനും തമ്മിലുള്ള സൗഹൃദം സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നു. ഭർത്താവിനെ ഞാൻ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് പാറി പറക്കണമെന്ന് ആഗ്രഹിക്കാറില്ല. അമ്മായിച്ചനും പുറത്തേക്ക് പാറി പറന്ന് പോകാറില്ല. അമ്മായിമ്മ ഈ വീട്ടിൽ വരാറേയില്ല. അവർ ആ ഭാഗത്തും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി വിശേഷങ്ങളുടെ കാര്യം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു മാതൃത്വമില്ല. എനിക്ക് കുട്ടികളുണ്ടാകുന്നത് ഒട്ടും ഇഷ്ടമല്ല മാഡം. എനിക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കാനാണ് ഇഷ്ടം. ഭർത്താവും നിർബന്ധിക്കുന്നുണ്ട്. അമ്മായിച്ചനും ഏകദേശം എന്നെ നിർബന്ധിക്കുന്ന പോലെയാണ്. സാരമില്ല മോളെ എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ മനസ്സ് വേറെ രീതിയിലാണ് മാഡം. അതൊരു തെറ്റാണോ? അമ്മയാകാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഇല്ലെന്ന് പറയും. പക്ഷേ അമ്മയാകാൻ ഒട്ടും ആഗ്രഹിക്കാത്ത സ്ത്രീകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് മാതൃത്വം ഇല്ല എങ്കിൽ ഒരിക്കലും ആ സാഹസത്തിന് ഇറങ്ങരുത്. കാര്യം വരുന്ന കുഞ്ഞിനെ സ്നേഹിക്കാനും അതിനെ പരിചരിക്കാനും ഒക്കെ നിങ്ങൾക്ക് മനസ്സ് വേണം. ആ മനസ്സിലെങ്കിൽ പിന്നെ അമ്മ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ വേറെന്തോ കൺസെപ്റ്റൊക്കെ ഉണ്ട്. ഒരു ബ്ലോക്കേജ്, ഒരു സ്റ്റോപ്പേജ് ജംഗ്ഷനിലാണ് നിങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോകണം. അതായത് സ്ത്രീകൾ കടന്നു പോകേണ്ട കാര്യങ്ങളും ദാമ്പത്യം, അതേപോലെ പല കുഴപ്പങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളായിട്ട് തന്നെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്ത് നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വിശദമായി സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റും മാറ്റമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. അല്ലാതെ കണ്ണും പൂട്ടിയിട്ട് എനിക്ക് അമ്മയാകുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പോയി